സംശയമില്ലാത്ത കാര്യമാണ്. വളരെ നല്ല മാതൃകാപരമായ ഒരു നിലപാടാണ് എടുത്തത് അതിനകത്ത്. അതായത് ഇതുപോലുള്ള കാര്യങ്ങളുമൊക്കെ ചെയ്തിട്ട് ഈ അതായത് ഈ കൊലക്കേസിൽ പ്രതികളായിട്ടുള്ളവരെ ജയിലിൽ പോയി കാണാൻ പോവുക, ഇതൊക്കെ ചെയ്യും. അവരുടെ വീട്ടിൽ ചിലവിന് കൊടുക്കുക, പാർട്ടി ചിലവിന് കൊടുക്കും ഇവർക്കൊക്കെ, ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഈ കേസിനകത്തുള്ള പ്രതികളുടെ വീട്ടിൽ ചിലവിന് കൊടുക്കുന്നത് എനിക്കറിയില്ല. അല്ലാതെ ഉള്ളത് ഇങ്ങനെ ചിലവിന് കൊടുക്കും. അവർ ഓരോരുത്തരുടെ വീട്ടിൽ ചിലവിന് കൊടുക്കുന്നത് ഉണ്ട്. കാരണം ഇവരൊക്കെ ഒരു ടീം ഉണ്ടായിരുന്നു മുമ്പ്, അങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ളതിനെ അയക്കാൻ. അതിന് മാടിനെ വെട്ടുന്നെന്നാണ് പറയുന്നത് കേട്ടോ. മാടിനെ വെട്ടുന്നു ഉള്ളൊരു മാടിനെ വെട്ടാനായിട്ട് അയക്കുന്ന ആളുകളുണ്ട്. നല്ല ആചാരബാഹുക്കളായിട്ടുള്ള കുറേ ആളുകളെ ഇതുപോലെ അവർ തീറ്റിപ്പോറ്റുന്നുണ്ട്. അവൻ്റെ ഒക്കെ വീട്ടിൽ എല്ലാം പാർട്ടിയിൽ നിന്ന് തന്നെ ചിലവിന് കൊടുക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. കാരണം ജയിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ അവരുടെ വീട്ടിൽ അത് നല്ലൊരു കാര്യമാണ്. കാരണം ഇപ്പം ഈ കൊല്ലുന്നതല്ല നല്ല കാര്യം, ഈ ജയിലിൽ കിടക്കുന്ന പ്രതികളുടെ വീട് പട്ടിണിയാവും. അവർക്ക് ചിലവിന് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ പാർട്ടിക്കാരല്ലെങ്കിൽ ഇവർ ചിലവിന് കൊടുക്കും. അപ്പോൾ ഏത് ചെയ്താലും പറയും പാർട്ടിക്ക് ഞങ്ങൾക്ക് ബന്ധമൊന്നുമില്ല, പക്ഷേ അവൻ്റെ വീട്ടിൽ ചിലവിന് കൊടുക്കും. ഈ പ്രതികളുമായിട്ട് ഒരു ബന്ധമില്ല, പക്ഷേ അവരെ വീട്ടിൽ ചിലവ് നോക്കും എന്ന് പറയുന്നത് പോലെ ആണ് കാര്യങ്ങൾ. ഇതിനകത്ത് ഇതേപോലെ രാഷ്ട്രീയ ബന്ധം ആർക്കും ഇല്ല എന്ന് പറയുന്നതിൽ എന്താ ഉള്ളത്? ഇപ്പോൾ ഈ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ച ആളുകളില്ലേ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണാൻ പോയിട്ടുണ്ടല്ലോ ഇവരെല്ലാം. അവരുടെയൊക്കെ വീട്ടിൽ പോവും, അവരെ ജയിലിൽ പോയി കാണും. ഇതിനെല്ലാം ഉണ്ട്. എന്നിട്ട് ഞങ്ങൾക്ക് CPM ഒരു ബന്ധമില്ല. ഇതൊക്കെ പറയുന്ന ആരുടെ അടുത്ത് പറയാനാണ്? പിന്നെ എന്താ അറിയോ, കുറേ പേര് ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല. ഇപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമ്മുടെ ഈ യുവജനങ്ങളുടെ ആ സമൂഹം ഉണ്ടല്ലോ, അവർ ഡിറ്റാച്ച്ഡാണ് ടോട്ടലി. അവർ ഇപ്പോൾ എൻ്റെ മക്കളുടെ അടുത്ത് തന്നെ ഇപ്പോൾ രാഷ്ട്രീയം ഇങ്ങനെ കൊണ്ടേ അതെന്തുവാ എന്ന് ചോദിക്കും. കാരണം ദേ ആർ നോട്ട് ബോതേഡ്. അവർക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല. ഇപ്പോൾ എത്ര ചെറുപ്പക്കാരാണ് ഇത് ഫോളോ ചെയ്യുന്നത്? ഇപ്പോൾ ഇവിടെ കുറേ വയസ്സന്മാരിരുന്ന് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതല്ലാതെ ഏതെങ്കിലും ചെറുപ്പക്കാരെ അല്ലെങ്കിൽ ഇത് DYFI എന്നോ SFI എന്നോ KSU എന്നോ ഒക്കെ പറഞ്ഞ് കുറേ പേര് നടക്കും. കാരണം ഒരു ജോലിയും ചെയ്യാതെ നല്ല നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരേ ഒരു ബിസിനസ് എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട, ഇല്ലാതെ രാഷ്ട്രീയമാണ്. പഠിക്കണ്ട, ഒന്നും ചെയ്യണ്ട. അത് ബാക്കി ഇതുമായിട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ അവസാനം വലിയ നേട്ടങ്ങൾ കൊയ്യാം എന്ന് കരുതി നടക്കുന്ന കുറേ പേർക്ക് മാത്രം ആണ് ഇതൊതുങ്ങുന്ന ഈ രാഷ്ട്രീയം. അതല്ലാതെ നിഷ്പക്ഷമായിട്ട് നന്നായിട്ട് വിദ്യാഭ്യാസം നടത്തി നല്ല ബോധത്തോടെ നല്ല ശാസ്ത്രബോധമുള്ള സാമൂഹ്യ ബോധമുള്ള ആരും ഇന്ന് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് കൊള്ളാവുന്ന ആളുകൾ ഇങ്ങോട്ട് കടന്നു വരത്തില്ല ഇതിനകത്ത്. ഇവിടെ അടിയും വഴക്കും ഉണ്ടായി വടിവാളും സൈക്കിൾ ചെയിനും കൊണ്ട് കോളേജിൽ പോകുന്നവന്മാർ ഉണ്ട്. ഇങ്ങനെയുള്ളവന്മാരാണ് നമ്മളെ അവസാനം ഭരിക്കാനായിട്ട് വരുന്നത്. ആലോചിച്ച് നോക്കിക്കോളൂ. ഈ ഭരണകർത്താക്കളെന്ന് പറയുന്ന ഏറ്റവും സംശുദ്ധതയുള്ള ആളുകളും കൊള്ളാവുന്ന ആളുകളും ആവണ്ടേ? അതിന് പകരം ഗുണ്ടകളാണ് ഇപ്പോൾ അവസാനം നേതാവായിട്ട് നമ്മളെ ഭരിക്കാൻ വരുന്നത്. അതായത് ഇത് ആത്മീയ രംഗത്തും ഇത് തന്നെ. വേറെ ഒന്നിനും കൊള്ളരുതാത്തവരാണ് ഈ പലരും ആത്മീയ രംഗങ്ങളിലേക്ക് എല്ലാ മതങ്ങളിലും പോകുന്നത്. അപ്പോൾ ഈ അതായത് നമ്മളെ ഭരിക്കുന്ന ആളുകൾ രാഷ്ട്രീയ രംഗത്തും ആത്മീയ രംഗത്തും ഉള്ള ആളുകളെന്ന് പറയുന്നത് വേറെ ഒന്നും വേണ്ട. ഈ രാഷ്ട്രീയ രംഗത്ത് ഇത് ഞാൻ പറഞ്ഞത് ഒരു സംശയമില്ല. ഇപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് അവസാനം വലിയ നേതാക്കളായിട്ട് അങ്ങോട്ട് മാറി ഇനി വരുന്നത്. ഇതാണ് കാര്യം. പിന്നെ ഈ ഫ്ലെക്സ് ബോർഡ് ഇതിപ്പോൾ മറ്റ് സേവനങ്ങൾ നടത്തിയായിരുന്നു ഇപ്പോൾ മുമ്പ് ആളുകൾ ശ്രദ്ധ പിടിച്ചു പറ്റുമെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരാൾക്ക് എന്തെങ്കിലും ഒരു വീട്ടിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പോലീസ് കേസുണ്ടായി, അത് അയാൾക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയി ഇടപെട്ട് എല്ലാം സംസാരിച്ച് അതൊക്കെ അന്ന് രാഷ്ട്രീയക്കാരെ ചെയ്യുമായിരുന്നു മുമ്പ്. അതേപോലെ ഒരു പ്രശ്നം ഉണ്ടായി, ഒരു ബുദ്ധിമുട്ടുണ്ടായി, അതൊന്ന് പറഞ്ഞു തീർക്കാൻ രാഷ്ട്രീയക്കാർ ഇറങ്ങുമായിരുന്നു. അപ്പോൾ ഒരു കുടുംബ പ്രശ്നം തന്നെ ഉണ്ടായി അങ്ങനെയുള്ളപ്പോഴും ഇടപെടും. ഇപ്പം ഇങ്ങനെയുള്ള ഇടപെടലുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ ഈ ശ്രദ്ധ ഉണ്ടാകുന്നത്? ഏതെങ്കിലും ഒരു പ്രസ്ഥാനം, യുവജന പ്രസ്ഥാനത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഭാഗത്തിൻ്റെ ഏതെങ്കിലും ഒരു ഡൂക്കിലിയായിട്ട് ഒരിടത്തിനെ തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞ് പല്ലെല്ലാം കാണിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്ന പടം, അത് മാത്രമാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു 10-100 ഫ്ലെക്സ് അടിച്ചും അവിടെ ഇവിടെ എല്ലാം വെക്കും. ഈ പോകുന്നവരെല്ലാം ഇത് കണ്ടുകൊണ്ട് നോക്കണം. നമ്മൾ വിചാരിക്കും അവനെ ചത്തതിൻ്റെ ഏതാണ്ട് വെച്ചേക്കാണെന്ന്. അപ്പോഴവൻ്റെ ചിരിച്ചോട്ട് എന്നാലും നമ്മൾ വിചാരിക്കും മാല ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കും. ഇല്ല. അന്നേരമാണ് അല്ലെ ആദരാജ്ഞലികളെന്നായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. നോക്കുമ്പോൾ അതല്ല വന്നേക്കുന്നത്, അഭിനന്ദനങ്ങളെന്നാണ് ആദരാജ്ഞലികൾക്ക് പകരം. അങ്ങനെ എഴുതി വെച്ചേക്കുന്ന ഈ ബോർഡുകൾ വഴിയാണ് ഇന്നത്തെ പ്രവർത്തനം.
ഇത് നമ്മൾ ഒരുത്തിന് ഇങ്ങനെ പല്ലും കിരിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ നാൾ നമ്മൾ കാണുമ്പോൾ അവനെ നമുക്ക് പരിചയമാവും. അത് നമ്മുടെ കുഴപ്പമാണ്. മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രത്യേകത അത്. നമുക്ക് ഇയാളെ അങ്ങ് പരിചയമാവും. നേതാവായി അങ്ങനെ നേതാവാകുന്ന ഇപ്പം നേതാവുണ്ടാകുന്നത് ഈ ഫ്ലെക്സ് ബോർഡിലൂടെയാണ്, സേവനങ്ങളിലൂടെ അല്ല. അതാണ് ഈ പ്രശ്നം. അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരുണ്ടല്ലോ, നമ്മുടെ യുവജനങ്ങൾ യഥാർത്ഥത്തിൽ ഇത് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ നാടിൻ്റെയാണ്, ഇനി വരും തലമുറ അവരുടെ കാര്യം തന്നെയാണ്. ഇതൊക്കെ ഒന്ന് നടക്കണം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം ഒന്ന് അറിയണം. എത്ര പേർക്കറിയാം? ഒന്നും അറിഞ്ഞൂടാ. ഒരെണ്ണത്തിനും ഇതിനെക്കുറിച്ച് ഒരു ബോധവുമില്ല, ഒന്നും അറിഞ്ഞൂടാ. അതിന് സമയമില്ല അവർക്ക്. കുറ്റമല്ല, വളരെ അളിഞ്ഞിടപാടാണ്. ഈ അഴിമതി എന്നൊക്കെ പറയുന്നത് നമ്മൾ കാണുന്നില്ലേ, കോടികളാണ്. ഇപ്പം നമ്മൾ താണ്ട ഒരു കേസിനകത്ത് ഇപ്പോൾ താണ്ട എന്താ 2022-23 കാലത്ത് മാത്രം ഉള്ളതാണ് CMRL ഇടപാടിനകത്ത് 135 കോടി രൂപ. ഇത് കേൾക്കുന്നവർ വിചാരിക്കുന്നത് എന്തുവാ, പണ്ട് മുതലുള്ള ഇടപാട്? അങ്ങനല്ല. ഇത് ഒരു സാമ്പത്തിക വർഷം നടത്തിയ തട്ടിപ്പാണ് ഈ 135 കോടി രൂപ. കൈക്കൂലി കൊടുത്ത പൈസക്ക് എക്സംഷൻ വാങ്ങിക്കാൻ എഴുതി കൊടുത്തു. അതാണ് പ്രശ്നം. അതുകൊണ്ട് മാത്രം പിടികൂടി. അതിന് മുമ്പുള്ള വർഷങ്ങളിലൊക്കെ എത്ര ഒന്ന് കണക്കെടുക്കണം. സമഗ്രമായ അന്വേഷണം വേണ്ട ഒരു കാര്യമല്ലേ ഇത്. പക്ഷേ അതൊന്നും ഇവിടെ നിന്ന് നടക്കത്തൊന്നുമില്ല. ഇതിപ്പോൾ എല്ലാവരും വിചാരിക്കും ഇപ്പം വലിയ കുഴപ്പം സംഭവിക്കും. എന്ത് കുഴപ്പം സംഭവിക്കാനാ ഇതിനകത്ത്? എന്തായാലും പേര് കുറേ മാറി, അത് സത്യമാണ്. അതൊഴിച്ചാൽ ഇത് ആർക്കായത് എന്താ കുഴപ്പമുണ്ടാവാൻ പോകുന്നത്? കുഴപ്പമുണ്ടാകാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത് അന്വേഷിക്കുന്നത് ED തന്നെ ഈ കാര്യത്തിൽ അന്വേഷണം നടത്തിയതാണ്. എന്നിട്ട് എവിടെ പോയി? ED അന്വേഷിച്ച് കേസെടുത്തിരുന്നെങ്കിൽ, രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ അത് കോടതിയിലായിരുന്നേനെ. ഇതിപ്പോൾ SFIOയുടെ അന്വേഷണം നടത്തിയാലേ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് ഒരു റിപ്പോർട്ട് കൊടുക്കും. അവർ നല്ല റിപ്പോർട്ട് ഉണ്ടാക്കിയെന്നിരിക്കട്ടെ, ഇത് കൊടുക്കും. ഇത് പുറത്തു വരുമെന്നാണോ വിചാരിക്കുന്നത്? നമ്മൾ മരിച്ചാലും ഈ സാധനം ഈ വെളിയിലോട്ട് വരത്തില്ല. പിന്നെ എന്നിട്ട് ഗവൺമെൻറ്റിന് ബോധ്യപ്പെടണം കേട്ടോ, ഇതിനെ പ്രോസിക്യൂട്ട് ചെയ്യണോ വേണ്ടതെന്ന്. അതേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല ഇതുകൊണ്ടൊന്നും. അപ്പം ഇപ്പോൾ ചെറുപ്പക്കാർ ഇഷ്ടപ്പെടാത്തതിന് നമ്മൾ എങ്ങനെ കുറ്റം പറയും? ഈ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഇതേപോലെ മൂലം അഴിമതിയും അക്രമവും നടത്തുന്നവർക്ക് അഴിമതി ജന്മാവകാശമായിട്ട് കൊണ്ടുനടക്കുന്ന രാഷ്ട്രീയക്കാർക്ക് എതിരെ ഒന്നും നടക്കത്തില്ല. അല്ലെങ്കിൽ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ സെൻട്രൽ ഗവൺമെൻറ് വിചാരിച്ചെടുത്തു കഴിഞ്ഞാൽ നടക്കും. ഇപ്പോൾ മറ്റേ ഹെറാൾഡ് ആ ന്യൂസ് പേപ്പർ അതിൻ്റെ ഇല്ലേ, അതിനെതിരെയുള്ള കേസ്, അതേപോലെ ചിദംബരത്തിനെതിരെയൊക്കെ ഉള്ളത് എന്ന് വെച്ചാൽ ആരെങ്കിലുമൊക്കെ വ്യക്തിഹത്യ ചെയ്ത് അവരെ ഇതിൽ നിന്ന് മാറ്റി നിർത്തി ഒതുക്കാൻ വേണ്ടിയുള്ള അത് കച്ച കെട്ടി ഇറങ്ങുമ്പോൾ അത് നടന്നിരിക്കും. അതല്ല ഇതിനകത്ത് ഇപ്പോൾ അവിശുദ്ധമായ ഒരു ബന്ധം, ഒരു കൂട്ടുകെട്ട് ഇവരൊക്കെ തമ്മിലുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ കസ്റ്റംസിൻ്റെ അന്വേഷണം കണ്ട്, EDയുടേത് കണ്ട്, ഒരുപാട് കണ്ടതല്ലേ. ED എന്നും പറഞ്ഞ് ED ഇറങ്ങി എന്ന് വെച്ചാൽ പുലി ഇറങ്ങുന്ന പോലെ നമ്മൾ വിചാരിക്കുന്നത്. ED ഇപ്പോൾ ഇറങ്ങി ഏതാണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ ED ഇറങ്ങിയിട്ട് CBI ആണെങ്കിലും ചുരുട്ടി കെട്ടിക്കൊണ്ട് പോകും. ഇത് CBI അന്വേഷണം ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ EDയുടെ അന്വേഷണം ആയിരുന്നെങ്കിൽ ഇത് കോടതി കൊടുക്കേണ്ട റിപ്പോർട്ടാണ്. കോടതി റിപ്പോർട്ട് കൊടുക്കാതിരുന്നത് കേസാവും. നേരെ മറിച്ച് ഇതിപ്പോൾ എന്തുവാ, SFIയുടെ അന്വേഷണം വന്നു, ശരിയാണ്, അത് അറസ്റ്റ് ചെയ്യും, വേണമെങ്കിൽ ചെയ്യാം, ചെയ്യാതിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ പിന്നെ ഇത് ഈ നാണമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമല്ല. ഒരു പ്രശ്നമല്ല. പണ്ട് ഒരു കേസ് മൂലം ഒരു പോലീസ് സ്റ്റേഷനിലായ ഒരുത്തിനെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഗ്രാമങ്ങളിലൊക്കെ അന്നുണ്ടെങ്കിൽ അവനൊരു പെണ്ണ് കിട്ടത്തില്ല, ഒരിക്കലും കല്യാണം കഴിക്കാൻ ഒക്കത്തില്ല, ആരും ഒരു പെണ്ണ് കെട്ടിച്ചു കൊടുക്കത്തില്ല. നേരെ മറിച്ച് ഇന്നാണെങ്കിലോ വല്ല പ്രശ്നമുണ്ട്, എത്ര കേസിൻ്റെ എണ്ണം ഉണ്ടെന്ന് നോക്കും. ആ രീതിയിലായിരിക്കുന്നത്. പണ്ട് ഈ അഴിമതിയൊക്കെ നടത്തുന്നവന് അഴിമതി ഇപ്പോൾ കൈക്കൂലി വാങ്ങിച്ച് വലിയ പ്രശ്നമാകുന്ന അന്നൊക്കെ ഈ വില്ലേജ് ഓഫീസർമാരും വില്ലേജ് അസിസ്റ്റന്റുമാരും അതുപോലെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഇങ്ങനെ വരുന്നേ. കൊള്ളാവുന്നവരെയൊന്നും അന്നും പിടിക്കുകയല്ല, ഇന്നും ഇല്ല. അപ്പോൾ അവർ ഒരു 100 രൂപ കൈക്കൂലി വാങ്ങിച്ച്, അത് 10 രൂപ കൈക്കൂലി ഒക്കെ വാങ്ങിച്ച് പിടിക്കുന്നിരിക്കട്ടെ. അത് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആക്ഷേപമാണ്, അവർ പുറത്തിറങ്ങി നടക്കത്തില്ല പിന്നെ കേട്ടോ. ഇന്നാണെങ്കിൽ ഈ 10 രൂപ 100 രൂപയായ ആക്ഷേപമാണ്. പക്ഷെ 100 കോടിയായാൽ ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. അവരെ സമൂഹത്തിൽ വലിയ ഇഷ്ടമാണ്, വലിയ പ്രധാനപ്പെട്ട ആളുകളാണ്, അവരിറങ്ങി നടക്കും. അതുകൊണ്ട് ഈ ആരോപണമൊന്നും വന്നു കഴിഞ്ഞാലും, ഈ അഴിമതിയൊക്കെ ചൂണ്ടിക്കാണിച്ചാലും, അതിനകത്ത് കാരണമുണ്ടെന്നൊക്കെ കാണിച്ചാലും തെളിയിച്ചാലും ഒന്നും
ഇവർക്ക് ആർക്കും ഇപ്പോൾ ഒരു പ്രശ്നമല്ലത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സമൂഹത്തിൽ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവരിവിടെ വെറുക്കുന്നു പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് അവർക്ക് ഇഷ്ടമല്ല ഒന്ന്. അത് മാത്രമല്ല, അവർക്ക് ഇവിടുത്തെ വ്യവസ്ഥിതിയോട് തന്നെ വെറുപ്പാണ്. കാരണം അവർക്ക് ഉദ്യോഗം കിട്ടണമെങ്കിൽ, ജോലി കിട്ടണമെങ്കിൽ ഒന്നീ അവർ DYFI ആവണം, അല്ലെ SFI ആയിരിക്കണം, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ആയിരിക്കണം. ഓരോരുത്തർ ഭരിക്കുമ്പോൾ ആ രീതിയിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടുള്ള സമൂഹത്തിൽ ഈ ചെറുപ്പക്കാരെങ്ങനെ ജീവിക്കും? അവർ ഇഷ്ടപ്പെടും. അതുകൊണ്ട് അവർ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര്. ഇനി ഇഷ്ടംമാതിരി ആളുകൾ പോവും. ഈ 6 ലക്ഷം കഴിഞ്ഞ വർഷം പോയെങ്കിൽ ഇനി വരുന്ന 12 ലക്ഷമായിരിക്കും ഓരോ വർഷം. ഈ രീതിയിൽ നമ്മുടെ നാട് അധപ്പതിച്ചു പോകും. കാരണം ഏറ്റവും നല്ല ബ്രെയിനുള്ള ആളുകൾ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ അമേരിക്കയൊക്കെ 2 കൈ നീട്ടി അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. B1 വിസ ഇതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കും. കാരണം അത് അവർ വിസ ചട്ടങ്ങളുമൊക്കെ മാറ്റി അവരെ അട്രാക്റ്റ് ചെയ്യും. യൂറോപ്യൻ കൺട്രീസ് ഇവരെയൊക്കെ 2 കൈ നീട്ടി ഈ കുഞ്ഞുങ്ങളെ സ്വീകരിക്കും. കാരണം അവർക്ക് വേണ്ട ബ്രെയിനാണ്, കൊള്ളാവുന്ന ബ്രെയിൻ. അത് ആരുടെ എന്നുള്ളതല്ല അവർക്ക് വേണ്ടത്. അവരുടെ നാട് നന്നാവാൻ വേണ്ടി, അവരുടെ സമൂഹം നന്നാവാൻ വേണ്ടി അവർക്ക് ആവശ്യമുണ്ട്. നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ ആവശ്യമില്ല. ഇവിടെ ഈ അഴിമതി നടത്തുന്നവർ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും നോക്കുമോ? ഇന്ന് വിളിച്ച് പറയുന്നത് കേട്ട്, അപ്പോൾ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു മാർഗം നടത്തണമെന്ന്. നടത്തും. ശരിയാണ്, തിരിച്ചു കൊണ്ടുവരാൻ എല്ലാം നടക്കും. ഇവിടെ വന്ന് വ്യവസായത്തിൽ പണം മുടക്കുന്ന ആളുകളുണ്ട്. ഇവർ പറയുന്ന മോഹന വാഗ്ദാനങ്ങളും കേട്ടിട്ട് അവസാനം അവർ കണ്ടം വഴി ഓടുകയാണ്. ഒരു നിവൃത്തിയില്ലാതെ, വാരും ചുരുട്ടി ഒരു മാർഗവും ഇല്ലാതെ ഓടുക. കാരണം ഈ ഓരോരുത്തരുടെ ഈ കൊടിയിരിപ്പുണ്ട്, എടുത്തങ്ങ് കുത്തും. അവൻ പൈസ ചോദിച്ചു കൊടുത്തില്ല, ഒരു കൊടി പിറ്റേന്ന്. ഈ കൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊടാൻ ഒക്കത്തില്ല. കൊടി തൊട്ട് കഴിഞ്ഞാൽ എന്തുവാ പിന്നെ ഈ വെട്ടും കുത്തും ഒക്കെയാണ് നടക്കുന്നത്. ഇനി വീട്ടിൽ കയറി അക്രമവും ഒക്കെയാണ് നടക്കുന്നത്. ഇത് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? പോലീസുകാർ ചോദിക്കത്തില്ല. കാരണം അതൊക്കെ രാഷ്ട്രീയമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ഇത് മടുത്തതിന് കുറ്റമില്ല. പിന്നെ ഇതെല്ലാം കൊണ്ട് ഞാൻ പറയുകയാണ്, ഇതേപോലുള്ള അക്രമങ്ങളും അഴിമതികളും ഇല്ലാതാവണം. എങ്കിലേ നമ്മുടെ നാട് നന്നാവുള്ളൂ. അക്രമം ഇല്ലാതാവുക എന്നുള്ളതിന് യഥാർത്ഥ ശിക്ഷ തന്നെയാണ് വേണ്ടത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അവനെ വിളിച്ച് നല്ല കാര്യം പറഞ്ഞുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ശിക്ഷിക്കാനുള്ളവനും ശിക്ഷിക്കണം. ജയിലിൽ കിടക്കുമ്പോൾ അറിയും, വിവരം അറിയും. ഇനിയുള്ളവനെങ്കിലും മനസ്സിലാക്കും ഇങ്ങനെ കിടക്കരുതല്ലോ എന്ന്. കിടക്കാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കുടുംബം പോക്കാണെന്ന് അവരിന്ന് തിരിച്ചറിയണം. ആ രീതിയിൽ വേണം പോകാൻ. എങ്കിലേ നമ്മുടെ ചെറുപ്പക്കാരെ ഇവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ, ഈ നാട്ടിൽ നിൽക്കണമെങ്കിൽ, ഈ സമൂഹം നന്നാവണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ഇവിടുത്തെ അക്രമവും അഴിമതിയും ഇല്ലാതാവണം. അഴിമതിയാണ് നമ്പർ 1, അതില്ലാതാവണം. ഈ രാഷ്ട്രീയക്കാരുടെ ഉണ്ടല്ലോ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ കാലുമാറ്റവും പിടിച്ചു വെറുപ്പും, ഇതൊക്കെ ഉള്ളിടത്തോളം കാലം ആരും കൊള്ളാവുന്നവർ ഈ രംഗത്തേക്ക് കടന്നു വരത്തില്ല ഒരിക്കലും. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതുപോലെ അധപ്പതിച്ചു പോയി. അവർക്ക് എന്ത് ചെയ്യാമല്ലോ, രാഷ്ട്രീയമാണ് എന്നൊക്കെ പറഞ്ഞാൽ മതി. അത് രാഷ്ട്രീയമല്ലേന്നും. രാഷ്ട്രീയം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം യുവമാർക്കൊക്കെ അറിയാം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ്. നമ്മുടെ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാദ്യം ഒരു ദേശബോധമാണ്. അതൊന്ന് മനസ്സിലാക്കണം. അതുപോലും ഇല്ലാതാണ് രാഷ്ട്രീയമല്ലേ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസാണ്, എന്ത് തോന്നിയ ദിവസം കാണിക്കാൻ. ആ ഒരു കാഴ്ചപ്പാട് മാറിയേ പറ്റൂ.